ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ അതുകൂടാണ്ട് ഇലക്ട്രിക്കൽ ഹൗസ് ബോർഡിലേക്ക് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഫീഷ്യൽ ആർടി റിപ്ലൈ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അത് കൂടാതെ 2022 അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ കേസിൽ എത്ര പേര് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കുറയുകയാണ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളും. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ സിലബസ് ഡിസ്കഷൻ നമ്മളോട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സിലബസിൽ എന്താ പവർ സിസ്റ്റം കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല സിലബസിൽ. പക്ഷെ എന്താ നമ്മുടെ എക്സാമിന് ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ പവർ സിസ്റ്റം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് അവരുടെ സിലബസിൽ അവർ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ പവർ സിസ്റ്റം ഇല്ലാതെ IT ലെവൽ എക്സാംസ് പോലും എന്താ പവർ സിസ്റ്റം ഇല്ലാതെ ഇല്ല. ഓക്കെ, അപ്പൊ പവർ സിസ്റ്റം നിങ്ങൾ എന്തായാലും അവിടെ പഠിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, നമ്മൾ സിലബസിൽ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്താ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം വരുന്ന വർഷം ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്താ പവർ സിസ്റ്റം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നും കൂടി ഒന്ന് നിങ്ങളോട് ഒന്ന് ഇൻഫോം ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്പർ ഓഫ് അപ്ലിക്കൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ബോർഡ് എയിലേക്ക് 11,263 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 11,263. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഈസി കഴിഞ്ഞവരും എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇനിയിപ്പോ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ 12,164 അപ്ലിക്കൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, വെറും 12,164 പേര് മാത്രമേ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇനിയിപ്പോ 2022 അപേക്ഷ നോക്കുവാണെന്നുണ്ടെങ്കിൽ 16,000 അപ്ലിക്കൻസ് എന്ത് ചെയ്യാ, അത് 12,164 കുറയുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത്രയും അപ്ലിക്കൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, അത് കൂടാണ്ട് നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണ്ടേ, ഈ 14,583 പേര് അപ്ലൈ ചെയ്തു പറഞ്ഞല്ലോ 2022. പക്ഷെ അതിലാകെ 11,743 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺഫർമേഷൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, 11,743 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ 12,164 പറഞ്ഞു കഴിഞ്ഞാലും എക്സാം ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേ അത് 10,000-ലേക്കൊക്കെ എന്താ എത്താൻ സാധ്യതയുണ്ട്. 10,000 പ്ലസ് എന്താ പറയണ്ടേ കൺഫർമേഷൻ കൊടുക്കുന്നത്. പക്ഷെ സീരിയസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവർ എത്ര, ഒരു 2,000 അല്ലെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ സീരിയസ് ആയിട്ട് ഇതിനെ നോക്കിക്കാണുന്നത്. അല്ലെ, ഇപ്പൊ 22 അപേക്ഷിച്ച് 26 നോക്കുമ്പോൾ 2,419 അപ്ലിക്കൻസ് എന്ത് കുറവാണെന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. എനിവേ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കലിന്റെ കൃത്യമായിട്ട് എന്താ പഠിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അതേപോലെ ഇത് എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളവരും കൂടി RTIയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അത് അവിടെ ആന്റിസിപ്പേറ്റഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ എക്സാക്ട് ആയിട്ടുള്ള എത്ര 2 വേക്കൻസി ആണോ അല്ലെങ്കിൽ 3 വേക്കൻസി ആണോ എന്നുള്ള കാര്യം അവരെന്താ സ്പെസിഫൈ ചെയ്തിട്ടുള്ള RTIയിൽ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ നോക്കാം. എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.